ഹായ്, ലാബ് സ്റ്റോറിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ A2141 എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം നല്ല മോഡലാണ്. ഇതിപ്പോൾ ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ ഇത് ചീപ്പ് റേറ്റ് ആണ്. നമുക്ക് ചെറിയ റേറ്റിന് നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോഡലാണിത്. ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് i9ലും വരുന്നുണ്ട്, i7ലും വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് i9 ആണ്. i9ൽ 16 GB റാമും 1 TB സ്റ്റോറേജും വന്നിട്ടുള്ളൊരു മോഡലാണ്. അത്യാവശ്യം നല്ല എഡിറ്റിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ഔട്ട് കിട്ടുന്നൊരു മോഡലാണിത്. അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു നല്ലൊരു ഫീച്ചർ വന്നിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് 16 ഇഞ്ച് സ്ക്രീൻ സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഡ്ത്ത് ഉണ്ട്. നമുക്ക് വർക്കൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ണിന് കാര്യങ്ങൾക്കൊന്നും സ്ട്രെയിന് കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടച്ച് ഐ ഡി വരുന്നുണ്ട്. ടച്ച് ഐ ഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ലേറ്റസ്റ്റ് മോഡലിൻ്റെ എല്ലാം ടച്ച് ഐ ഡി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീച്ചറാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പോർട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ, റൈറ്റ് സൈഡിൽ നമുക്ക് 2 ടൈപ്പ് സി പിന്നെ ഒരു ഓഡിയോ ജാക്കുമാണ് ഉള്ളത്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് സി മാത്രമേ വരുന്നിട്ടുള്ളൂ. ഈ ഒരു മോഡൽ ലാപ്ടോപ്പുകൾ നമുക്ക് ഇമ്പോർട്ടഡ് ഒരുപാട് പീസുകൾ വരുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നിട്ട് i9 16 GB 1 TB സ്റ്റോറേജ് ഒക്കെ ഒരു 60K ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കിട്ടാനുണ്ട് ഈ ഒരു മോഡൽ. അതുപോലെ i7 ആണെങ്കിൽ i7 16 GB റാമിന് പകരം 32 GB റാം ആയിരിക്കും വരിക. 32 GB റാമിൽ i7 32 GB റാമിൽ 1 TB വരുന്നുണ്ട്, 2 TB 4 TB 8 TB ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് റേറ്റ് വരുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 70K ഉള്ളിൽ നമുക്കൊരു 80 TB ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല 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 പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ 4K ആണെങ്കിലും 8K ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ സ്റ്റെക്ക് ബഗ്ഗൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. നല്ലൊരു സ്പീക്കറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സൈഡിൽ നല്ല അടിപൊളി സ്പീക്കർ ഉണ്ട്. പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററീൻ്റെ സൈക്കിൾ. അത് നമ്മൾ നോക്കണം. ആ സൈക്കിൾ നോക്കാനുള്ളത് സിമ്പിളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ആൾട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആ ആപ്പിളിൻ്റെ ഐക്കൺ ആക്കുക, സിസ്റ്റം ഇൻഫർമേഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. പവർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ കൗണ്ട് കാണാം. ഇതിപ്പോൾ 675 ഉണ്ട് സൈക്കിൾ കൗണ്ട്. മാക്സിമം ഒരു 400 അണ്ടർ 400 ഉള്ളിലുള്ളത് നോക്കുക. അതായത് നമുക്ക് നല്ലൊരു ബാക്കപ്പ്, നല്ലൊരു ഹെൽത്ത് നമുക്ക് കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് 3000 വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും നമ്മൾ മാക്സിമം നല്ലത് നോക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ അണ്ടർ 400ൻ്റെ ഉള്ളിൽ, അതായത് ഒരു 400ൻ്റെ ഉള്ളിൽ എടുക്കുകയായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്ത് കിട്ടും. ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു HD ക്യാമറ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. A2141ൻ്റെ നമ്മൾ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇത്രയും പോർഷൻ നമുക്ക് ബാറ്ററി ആയിട്ടാണ് ഉള്ളത്. ഇത് രണ്ട് നമുക്ക് സ്പീക്കേഴ്സ് വരുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഗ്രാഫിക്സിൻ്റെ ചിപ്പാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ കൂളിംഗ് വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഫാനാണിത്. ഇത് പ്രൊസസറിൻ്റെ ഫാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ്, അതായത് ഇതിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നത്, ഈ ഒരു മോഡൽ എപ്പോഴും നമുക്കൊരു ഇഷ്യൂ വരുന്നത്, നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലെ SSD, അതായത് ഈ ഒരു ചിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു SSD ആണ് കംപ്ലൈൻറ്റ് വരിക. ഇത് 512 ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു IC ബ്ലാങ്ക് ആയിട്ടുള്ളത്. ഈ 2 സൈഡിലാണ് നമുക്ക് SSD വരുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് പൊടി കയറിയാണ് ഇത് മിക്കത് നമുക്ക് കത്തിപ്പോവുകയാണ് ചെയ്യുക. അത് കത്തിപ്പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡുകൾ നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ നമുക്ക് ഒരുപാട് ഡസ്റ്റ് കയറിയിട്ട് ഈ ഒരു ICകൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബേണായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്ബുക്ക് ഓൺ ആവാത്തൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് കൺഫേം ഈ ഒരു 2141 എന്ന് പറഞ്ഞ മോഡലിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ വരുന്നത് ഇതിൻ്റെ SSD അടിച്ചു പോകുക എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എടുക്കുമ്പോൾ ഡസ്റ്റ് കുറവുള്ള സബ് മോഡൽസ് നോക്കി നമ്മൾ ചൂസ് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.